ഓക്കെ, നമുക്കിന്ന് അത്യാവശ്യം നല്ല രീതിയിലൊരു മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നോക്കോളാം, നമ്മൾ ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ക്രോസിംഗ് ലെവലിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് മാക്സിമം ലെവലാണ് നമ്മൾ ഈ പറയുന്ന ലെവൽ. അതേസമയം നിഫ്റ്റി അതിൻ്റെ ക്രോസിംഗ് ലെവലിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ക്രോസ് ചെയ്യുമ്പോൾ അടുത്ത ഇൻഡെക്സ് ക്രോസ് ചെയ്യാതെ നിൽക്കും എന്നുള്ളതാണ് നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്യാതെ നിൽക്കും, അവിടം വരെ വരത്തുള്ളൂ. അതുപോലെ തന്നെ അത് അവിടം വരെ വന്നുള്ളൂ. അതിനുശേഷം അത് ക്രോസ് ചെയ്തില്ല, ഇവിടം വരെ വന്ന് നിൽക്കുകയാണ്, മാക്സിമത്തിൽ നിൽക്കുകയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. ദെൻ ഫിൻ നിഫ്റ്റി ആണെങ്കിൽ ഇതുപോലെ തന്നെ ബോർഡ് ലൈനിൽ നിന്നിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്യൂച്ചറും ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം മാക്സിമത്തിൽ നിൽക്കുകയായിരുന്നു. മാക്സിമത്തിൽ നിന്നും കുറച്ചും കൂടെ മുകളിലാണെന്നേ പറയാൻ പറ്റുള്ളൂ, അത്രയും ലെവലിൽ നിൽക്കുകയാണ് ബാക്കി എല്ലാ ഇൻഡെക്സുകളും. അപ്പോൾ ഞാൻ ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത് ക്രോസിംഗ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഉറപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു അപ്പ് ട്രെൻഡ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാം മാക്സിമം ലെവലിൽ നിൽക്കുകയാണ്. ബിക്കോസ് ഞാൻ അത് ക്രോസിംഗ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നമ്മളുടെ സ്ട്രൈക്കുകളും ക്രോസ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് ക്രോസിംഗ് ആകത്തുള്ളൂ. ഓക്കെ, സ്ട്രൈക്കുകൾ ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്കുകൾ നമ്മളുടെ വീക്കെൻഡ് സ്ട്രൈക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്. മന്ത് എൻഡ് സ്ട്രൈക്കും ക്രോസ് ചെയ്തിട്ടുണ്ട്. മന്ത് എൻഡ് സ്ട്രൈക്ക് ക്രോസിംഗ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ക്രോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ എന്ന് പറയുന്നത് വീക്കെൻഡ് ക്രോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മന്ത് എൻഡ് ക്രോസ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം വീക്കെൻഡ് ക്രോസ് ചെയ്തു, പക്ഷേ മന്ത് എൻഡ് ക്രോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആ വോയിസ് നോക്കുക. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇൻഡെക്സുകളും ക്രോസ് ചെയ്തിട്ടില്ല, എല്ലാ പൊസിഷൻസും ക്രോസ് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഇത് ക്രോസ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ മാക്സിമം ലെവലാണ്. ബാക്കി എല്ലാ ഇൻഡെക്സുകളും ക്രോസ് ചെയ്താലും ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ക്രോസ് ചെയ്യാതെ നിൽക്കുമെന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ, ഒരു ഇൻഡെക്സ് ക്രോസ് ചെയ്തിട്ടില്ല. മേ ബി ഇത്രയും കൂടി ഒരു ക്യാൻഡിൽ കൂടെ വന്ന് ഇത് ഇവിടം വരെ വന്ന് ടച്ച് ചെയ്താലും റിജക്ഷൻ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു പൊസിഷൻ എടുക്കുന്നതിൽ വലിയ ബെനഫിറ്റ് ഇല്ല. ഉണ്ടായാൽ തന്നെ ഇത്രയേ ഉണ്ടാവുള്ളൂ. അതിനാണ് ഒരുപാട് നമ്മൾ ക്രോസിംഗ് എന്ന് കരുതി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇത് ഇവിടെ നിന്നും ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ക്രോസിംഗ് ആണ് അത്, അപ്പം നമുക്കൊരു ട്രേഡ് എടുക്കാം. അത് സംഭവിച്ചിട്ടുണ്ട്, അവസാന നിമിഷം സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ സംഭവിച്ചാൽ മാത്രമേ അത് ക്രോസിംഗ് ആവുള്ളൂ, ഇല്ലെങ്കിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ക്യാൻഡിൽ മുതൽ ആണ് സംഭവിച്ചത്. അപ്പോൾ ഇന്നത്തെ എന്തായിരുന്നു ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ പൊസിഷൻസ് ക്രോസ് ചെയ്തിട്ടില്ല. എല്ലാ പൊസിഷൻസ് മാക്സിമത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെയാണ് നമുക്ക് കൂടുതലായിട്ട് അവിടെ ബെനിഫിറ്റ് ആയിട്ട് വരിക. ആണ് അവിടെ നിൽക്കുന്നത്. പൊസിഷൻ ക്രോസ് ചെയ്താൽ അത് ക്രോസിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ എടുക്കാം, പക്ഷെ അത് ക്രോസ് ചെയ്താൽ മാത്രമേ എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ സംഭവിക്കും. ഓക്കെ, ആ ആണ് അവിടെ സംഭവിച്ചത്. അതായത് നമുക്ക് ഒന്നാമത് ഇന്നത്തെ നമ്മളുടെ ഫസ്റ്റ് സ്ട്രാറ്റജി പ്രകാരം ഇന്ന് ആണ് സംഭവിക്കേണ്ട ഡേ എന്ന് പറയുന്നത്. അതായത് ബോളൈൻ സ്ട്രാറ്റജി ഏത് സ്ട്രാറ്റജിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്ട്രാറ്റജി ആയിട്ടുള്ള നമ്മൾ ആവറേജ് എടുത്ത് നമ്മളുടെ ഓപ്പണിംഗ് ഡേ ആയിട്ട് മൈനസ് ചെയ്ത് നോക്കുമ്പോൾ വരുന്നത് അന്ന് ഡേ ആണോ ഡേ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആണ് ഒരു ദിവസം കിട്ടുന്നത്. ആ ഒരു സ്ട്രാറ്റജി അറിയാത്തവരെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് സ്ട്രാറ്റജി, അതായത് നമ്മുടെ ഒരു 8,000 രൂപ 45,000 രൂപയാക്കി തന്ന ഒരു സ്ട്രാറ്റജിയെ പറ്റി അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ആ സ്ട്രാറ്റജി, അതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു ട്രേഡിങ്ങിലേക്കുള്ള ഫസ്റ്റ് വീഡിയോ. അപ്പോൾ അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഏതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന്. അതിൽ നിന്നാണ് ബോളൈൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫസ്റ്റ് നമ്മളുടെ ഈ ഒരു പൊസിഷൻ വന്നിരിക്കും സംഭവിക്കേണ്ടതാണ്. സോ അങ്ങനെ സംഭവിച്ചിട്ടും ഉണ്ട്. കണ്ട, പൊസിഷൻസ് മന്ത്ലി എന്ന് പറയുന്നത് മാക്സിമം ഇടിഞ്ഞ് നിൽക്കുകയാണ്. വീക്ക്ലി ഓൾറെഡി ഇടിഞ്ഞ് താഴത്തേക്ക് പോയി. ഇത് തന്നെയാണ് നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലും. വീക്ക്ലി ഓൾറെഡി ഇടിഞ്ഞ് താഴത്തേക്ക് പോയി. മന്ത്ലി അതിൻ്റെ മാക്സിമം ഇടിഞ്ഞ് നിൽക്കുകയാണ്. കണ്ട, ആ പൊസിഷൻ നിൽക്കുക. അവിടെ നിന്ന് ഒരു പൊസിഷൻ ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുപോലെ തന്നെ അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. കണ്ട, ഒരു പൊസിഷൻ ആക്റ്റീവ് ആകുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നോക്കിക്കോളെ, ഇന്ന് നമ്മുടെ നമ്മുടെ ഇന്നത്തെ പൊസിഷൻ സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു അല്ലേ. സെൻസെക്സ് എക്സ്പയറി ആകുമ്പോൾ നമ്മളപ്പോൾ ഒരു കൊടുത്ത ഒരാളുടെ പൊസിഷൻ ഒന്ന് നോക്കിക്കേ. ഇതൊരു 50 രൂപയുടെ പൊസിഷനാണ്. 50 രൂപ പോയിരിക്കുന്നത് 300 റുപ്പീസിലേക്കാണ് കേട്ടോ. 50 രൂപയ്ക്ക് ആ ഒരു പൊസിഷൻ നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ മുതൽ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സ്ട്രാറ്റജി വെച്ച് മനസ്സിലാക്കാം. 50 രൂപ പോയത് 300ലേക്കാണ്. 300 എബോവ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എത്ര ശതമാനം റിട്ടേൺ അവിടെ വന്നിട്ടുണ്ട്? 600% റിട്ടേൺസ് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജിയുടെ എൻട്രി പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നമുക്ക് പിന്നീട് ഒരു സി പൊസിഷൻ വീണ്ടും ആക്റ്റീവായി വന്നു. എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? സി പൊസിഷൻ വീണ്ടും ആക്റ്റീവായോ ഇല്ല എന്നുള്ളത് ഇതാ നോക്ക്. നിഫ്റ്റിയുടെ സി അവിടെ നിന്ന് ഇടിഞ്ഞിടിഞ്ഞ് വന്ന നിഫ്റ്റിയുടെ സി ഇതാ ഈ ഒരു പൊസിഷൻ ആയപ്പോഴത്തേക്കും ബോൾ ലൈൻ ടച്ച് ചെയ്തു. ബോൾ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതിപ്പോൾ താഴത്തുനിന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്ത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാലും ബോൾ ലൈനിലായി കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യും. മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാലും ബോൾ ലൈൻ ടച്ച് ചെയ്താൽ അത് റിജക്റ്റ് ചെയ്യും. സോ അതിവിടെ എത്തിയപ്പോഴത്തേക്കും ടച്ച് ചെയ്തു. അതുമല്ല അവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കണം ഒരു ഡയറക്ഷൻ അവിടെ ഉണ്ടെന്നുള്ളത്. സോ അത് അങ്ങോട്ട് തന്നെയാണ് നമ്മളിങ്ങനെ മനസ്സിലാക്കും. അടുത്ത എല്ലാ നമ്മൾ തന്നിരിക്കുന്ന 8 ഗ്രാഫുകളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നോക്കിക്കേ, മന്ത്ലി സിയും അതുപോലെ തന്നെ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുക. ഓക്കെ, അതേസമയമുള്ള നിഫ്റ്റിയുടെ പി പൊസിഷൻസ് നോക്കിക്കേ. നിഫ്റ്റിയുടെ പി പൊസിഷൻ താഴത്തുനിന്ന് കയറി ഇതാ റിജക്ഷൻ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. മന്ത്ലി പി പൊസിഷനും കയറി റിജക്ഷൻ ലെവലിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി കൂടെ കൺഫേം ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ ഇടിഞ്ഞിടിഞ്ഞ് ഇതാ ബോൾ ലൈനിൽ നിൽക്കുന്നു. അതായത് ഈ ബോൾ ലൈന് കഴിഞ്ഞ് ഇനി ഈ ബോൾ ലൈനിലാണ് നിൽക്കുന്നത്. നമ്മളുടെ നിഫ്റ്റി ഈ ബോൾ ലൈനിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ബാങ്ക് നിഫ്റ്റി ഈ ബോൾ ലൈനാണെങ്കിലും ബോൾ ലൈനാണ്. സോ അത് റിജക്ഷൻ ഏരിയയാണ്. സോ മന്ത്ലി സിയും ഇതുപോലെ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. റിജക്ഷൻ ഉണ്ട് അവിടെ. അതെ, പി പൊസിഷൻ നോക്കുമ്പോൾ മന്ത്ലി പി പൊസിഷനാണ് കയറി ഇതേ ബോൾ ലൈനിൽ വന്നിരിക്കുകയാണ്. റിജക്ഷൻ ഉണ്ട് അവിടെ. ദെൻ വീക്ക്ലി പിയും കയറി ബോൾ ലൈൻ വന്നിരിക്കുകയാണ്. റിജക്ഷൻ ഉണ്ട് അവിടെ. സോ അവിടെ പിക്ക് ഒരു ഇടിവ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സി കയറാൻ പോകുന്നു എന്നുള്ളതും മനസ്സിലാക്കാം. ഓക്കെ, പക്ഷേ ഇവിടെ സി ഒരു ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് വന്നു. സി പൊസിഷൻ നോക്കിക്കേ. സി പൊസിഷൻ ഇന്നത്തെ നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് സി എന്ന് വെച്ചാൽ 10 രൂപയുടെ സി, 10 അല്ല അതിൽ താഴത്തേക്ക് പോയിട്ടുണ്ട്. ഒരു 5 രൂപയുടെ സി അല്ലെങ്കിൽ 10 രൂപയുടെ സി ഒക്കെ പോയിരിക്കുന്നത് 70 രൂപ വരെയുള്ള റിട്ടേൺസ് അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് 700% റിട്ടേണിലേക്ക് അത് വന്നിട്ടുണ്ട്. ദെൻ ഇതേ സമയം ഇത് ഒരു ക്രോസിംഗ് ആയിട്ട് മാറി. ഓക്കെ, നമുക്ക് ഇൻഡെക്സ് നോക്കി തന്നെ ആദ്യം ക്രോസിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ നോക്കുക. ക്രോസിംഗ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ക്രോസ് ചെയ്തു. നമ്മൾ ആദ്യം രാവിലെ തന്നെ 15 മിനിറ്റ്സ് പ്രതീക്ഷിച്ചതാണ് ക്രോസ് ചെയ്താൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ ക്രോസിംഗ് ആണെന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് ഇവിടെ വെച്ചിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അത് ക്രോസിംഗ് ആയിട്ട് വരാം. നിഫ്റ്റി ഓൾറെഡി ക്രോസ് ചെയ്തു. നിഫ്റ്റി അതിൻ്റെ ക്രോസിംഗ് ലെവൽസിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോയി. ബാങ്ക് നിഫ്റ്റി ക്രോസിംഗ് ലെവൽസിൽ കിടന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണ്. അവിടെ ക്രോസിംഗ് ആയി അത്. ദെൻ നമ്മളുടെ ഫ്യൂച്ചറും ക്രോസ് ചെയ്തിട്ടുണ്ട്. ദെൻ നിഫ്റ്റിയുടെ ഇൻഡെക്സും ക്രോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ക്രോസിംഗ് ആണെന്ന് മനസ്സിലാക്കി. ഇവിടെ സസ്റ്റെയിൻ ചെയ്താൽ ഇത് മുകളിലേക്ക് തന്നെ പോകുമെന്ന് മനസ്സിലാവും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ക്രോസിംഗ് ആണെങ്കിൽ തന്നെ അതിൻ്റെ അപ് ടു ഏത് ലെവൽ വരെയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു പൊസിഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് വന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ റിജക്ഷൻ ലെവൽസ് ക്രോസ് ചെയ്തു. ഓക്കെ, സി വീക്ക്ലി സി ക്രോസ് ചെയ്തു, മന്ത്ലി സി ക്രോസ് ചെയ്തു. സോ ദെൻ നമ്മളുടെ ബാങ്ക് നിഫ്റ്റി ക്രോസിംഗ് ലെവൽസിലാണ്. ഇത് ക്രോസ് ചെയ്യുന്നു. തിരിച്ചിവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാനുള്ളൂ. അവിടെ അവിടെ റിജക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തത്. അവിടെ സസ്റ്റെയിൻ ചെയ്തു. ദെൻ അവിടെ നിന്ന് മുകളിലേക്ക് പോകുമെന്നറിയാം. പക്ഷേ ഇതിന് മുകളിലൊരു ലെവലില്ല എന്നുള്ളതാണ്. നമ്മളുടെ വരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് ഇറങ്ങി നമുക്ക് പറയാം ഇടിഞ്ഞ് ഇത് ഇവിടം വരെ വരുമ്പോഴത്തേക്കും നമുക്ക് എൻട്രി ചെയ്യുന്ന എക്സിറ്റ് ആകാം. പക്ഷേ ഇതിന് മുകളിലേക്ക് മാക്സിമം ലെവലും കഴിഞ്ഞു. ഇതിന് മുകളിലേക്ക് ഇനി ലെവൽ ഇല്ലാത്തൊരവസ്ഥയിൽ ഇത് എങ്ങോട്ട് പോകും? അതായത് മാക്സിമം നമ്മൾ എത്രത്തോളം വെയിറ്റ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജാണത് ഇങ്ങനെയുള്ള മാർക്കറ്റ് വരുന്ന സമയത്ത്. അത് മുകളിൽ നമുക്കിനി ഒരു ലെവലില്ല. ദെൻ നമുക്ക് പി പൊസിഷൻ ആണെങ്കിൽ ഇടിഞ്ഞ് ഉള്ള ലെവൽസ് എല്ലാം താന്നു പോയിരിക്കുകയാണ്. ഇനി അവിടെ ഒരു ലെവൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ ഇങ്ങനെ സംഭവിക്കുന്ന സമയങ്ങളിൽ സാധാരണ ഇത് ഇവിടുന്ന് ക്രോസിങ് ആണെങ്കിൽ തന്നെ ഇത് ഇവിടുന്ന് മുകളിലേക്ക് കയറി പോകുമ്പോൾ ഈ പി അവിടെ ഇങ്ങനൊരു പൊസിഷനിലാണ് നിൽക്കുക. ഇവിടെ അങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. പി ഇടിഞ്ഞ് ഈ ഒരു പൊസിഷൻ വരുമ്പോൾ എക്സിറ്റ് ചെയ്തോളൂ എന്ന് പറയും. പക്ഷെ പി ആ പൊസിഷനിൽ നിന്ന് ക്രോസ് ചെയ്ത് പോയി. പി സിയും ഓൾറെഡി ഇനി ഒരു ലെവലില്ല എന്നുള്ള രീതിയിൽ ക്രോസ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ക്രോസ് ചെയ്ത് താഴത്തേക്ക് കുറച്ചൊക്കെ ക്രോസ് ചെയ്ത് താഴത്തേക്ക് വരും. എന്നിട്ട് അവിടെ ഒരു കൺസോൾട്ടേഷൻ സംഭവിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു ലെവൽ അപ് ടു ഏത് ലെവൽ വരെ ഇത് മൂവ് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെയുള്ള മാർക്കറ്റ് വരുമ്പോഴത്തേക്കും. അപ്പോൾ ക്രോസിംഗ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പൊസിഷൻ എടുക്കാം. പൊസിഷൻ എടുത്തിട്ട് ഒരു 50 അല്ലെങ്കിൽ ഒരു 60% ഒക്കെ റിട്ടേൺ വരുമ്പോൾ എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിനപ്പുറത്തേക്ക് ഒരു ലെവൽ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അവിടെ വരെ വെയിറ്റ് ചെയ്തോ എന്ന് എനിക്ക് പറയാൻ പറ്റാത്തത്. നമുക്ക് സാധാരണ ഇങ്ങനെ ക്രോസിങ് സംഭവിക്കുമ്പോഴത്തേക്കും ഇപ്പുറത്തെ ഒരു ലെവലുണ്ടാകും. പി പൊസിഷൻസ് ക്രോസ് ചെയ്യില്ല. ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ക്രോസ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ആ ഇൻഡെക്സ് ക്രോസ് ചെയ്യുന്ന അത് അതിൻ്റെ അപ് ടു ലെവൽ വരെ എത്തുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ പി പൊസിഷൻസ് എല്ലാം
സി പൊസിഷൻസ് ഓൾറെഡി ക്രോസ് ചെയ്തു. പി പൊസിഷൻസും ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ലെവൽ പറയാൻ പറ്റാത്തത് കൊണ്ട് സാധാരണ രീതിയിൽ അങ്ങനെ വരുമ്പോൾ കൺസോൾഡേറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കയറിയതിന് ശേഷം കൺസോൾഡേറ്റ് ചെയ്യും. ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചത്. കുറച്ചും കൂടി ഒന്ന് കയറിയിട്ട് കണ്ട വലിയ രീതിയിലൊരു കയറ്റം എന്ന് പറയാൻ പറ്റില്ല. കയറിയിട്ട് കുറച്ച് കയറിയെങ്കിലും പിന്നീട് കൺസോൾഡേറ്റ് ചെയ്തവിടെ നിന്നിട്ടുണ്ട്. ആ ഒരു കൺസോൾട്ടേഷൻ ഇങ്ങനെയുള്ള കേസുകളിൽ ഉണ്ടാകുന്നുണ്ട്. കണ്ടോ ഇതിങ്ങനെ ക്രോസിംഗ് ആണെങ്കിൽ ഈ 2 ക്യാൻഡിൽസ് വലിയ രീതിയിൽ ക്രോസ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് കൺസോൾട്ടേഷനാണ്. അപ്പം ഈ ഒരു ലെവൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതൊക്കെ നല്ല ബ്രേക്കിംഗ് ആയിട്ട് നല്ല ലെവലിൽ നമുക്ക് കിട്ടേണ്ടതാണ്. അത്രയും നമുക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഇതിന് ഒരു അപ് ടു ലെവൽ ഇല്ലാതെ പോയത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റും നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. ഇത് കണ്ട സെൻസെക്സും ഒക്കെ മുകളിൽ നിൽക്കുകയാണ്, ഇടിഞ്ഞ് ബോൾ ലൈൻ വന്നിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോൾ ലൈൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് റിജക്ഷൻ ഏരിയ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ ഓരോ വീഡിയോസും ഒരു വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലായില്ലെങ്കിൽ പഴയ ഓരോ അനാലിസിസ് വീഡിയോസും ഒക്കെ നോക്കിയിട്ട് നിങ്ങളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക. സ്ട്രൈക്കിംഗ് ലെവൽസ് വേണ്ടവർ നമ്മൾ വാട്സപ്പിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. ദെൻ ഇൻഡെക്സ് ലെവൽസിലേക്ക് ഫ്രീ ഗ്രൂപ്പാണ്, അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ.